ഹലോ ഹലോ, ആ എയർപോർട്ടല്ലേ? എയർപോർട്ടല്ലേ? എങ്ങനെ? അതന്നെയല്ലേ എയർപോർട്ട് എന്ന് പറഞ്ഞേ? മലയാളത്തിൽ പറഞ്ഞു, അപ്പൊ ഇംഗ്ലീഷ് അറിയില്ലല്ലേ? ഞാൻ മെമ്പറാണ് സംസാരിക്കുന്നേ. ഏത് മെമ്പർന്നോ? ഞാൻ പഞ്ചായത്ത് മെമ്പർ കുട്ടിമൂസ. അല്ല, ഇതാരാണ് സംസാരിക്കുന്നത്? പിന്നെ നമ്മളെ സൗദി മന്ത്രിയിലെ മൊയ്തീൻ ഖാജിയില്ലേ, മൂപ്പരിന്ന് മുംബൈയിൽ നിന്നിട്ട് വരുന്നുണ്ട്. നിങ്ങൾ വായുദൂത വിമാനത്തിലാണ് വരുന്നത്. അതെപ്പോ ഭൂമിയിൽ ലാൻഡ് ചെയ്യും? എങ്ങനെ? അറൈവൽ 10:30? ഹലോ, അറൈവൽ അല്ല, വായുദൂത എപ്പം വരുന്ന ചോദിച്ചേ. കൃത്യമായിട്ടൊരു സമയം പറയുന്നേ. ഒരു വിമാനം തന്നെ പല സമയത്തും ഇങ്ങോട്ട് വന്നിറങ്ങൂടില്ല. ഹലോ, ഇതെന്തിനാ വിളിക്കുന്നറിയോ? ഇവിടുന്ന് മൂപ്പര് വരണേ. മൂപ്പര് വരുമ്പോൾ കുടുംബങ്ങളെല്ലാം കൂടി അങ്ങോട്ട് സ്വീകരിക്കാൻ എത്താനാണ്. മനസ്സിലായോ? ഹലോ ഹലോ ഹലോ, കട്ടായി. ഒരു ഉത്തരവാദിത്വമില്ല. എന്താണ്ട് ഒരു വിളി വിളിക്കുന്നേ? എവിടെ ഇവര്? ഈ പെണ്ണുങ്ങൾക്ക് ഒരുങ്ങിയിറങ്ങാനുള്ള ഒരു താമസം. വിമാനം ഇപ്പൊ അവിടെ ഒന്ന് ഇറങ്ങും. വേഗം വാ, വിമാനം ഇപ്പൊ വരും. എല്ലാവർക്കും കൂടി പോകാൻ കാറിൽ സ്ഥലം ഉണ്ടാവില്ല അബ്ദുവേ. അതോ, ഈ വിമാനത്താവളത്തിൽ ഭയങ്കര തിക്കും തിരക്കുമായിരിക്കും. തന്നെയല്ല, ഈ വിമാനം വന്ന് ഇറങ്ങാന്ന് പറഞ്ഞാലല്ലോ നമ്മൾ വിചാരിച്ചാലൊന്നും ആവില്ല. ഈ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ പോയി കാക്കാനും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാം. ഈ വെയിറ്റിന്റെ കിടന്നോ, കാക്ക വരും സ്വീകരിക്കാൻ. എന്തേ? അത് വേണ്ട. വിമാനത്തിൽ വന്ന് ഇറങ്ങുമ്പോ എന്റെ ഇക്കാക്ക എന്നെ നോക്കും. പേടിയാണെങ്കിൽ നിങ്ങൾ വരണ്ട. ബാ 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 ബാ, കേറ് കേറ്. നസീമി വരുന്നില്ലേ? നിങ്ങള് കൂട്ടിയിട്ട് വന്നാ മതി. ആ, നേരായി. വണ്ടി വിട് 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 വിട്, വേഗം വിട്. നസീമ, പോയിട്ട് വരാം. എന്താ വിമാനത്താവളത്തിലേക്ക് വന്നില്ല? ഒന്നുമില്ല പാപ്പ. കരുതിയിരിക്കണേ, വല്ല സാധനം കാണില്ല. ഷക്കീല എവിടെ? അകത്തുണ്ട്. ഷക്കീല, എന്തേന്ന്? കൊറേ കാലം നിങ്ങളെ കൈകൊണ്ട് വെച്ച നെയ്ച്ചോറൊക്കെ തിന്നിട്ട്. കുട്ടിമൂസേ, ഇങ്ങോട്ട്. അനക്ക് നെയ്ച്ചോറും ബിരിയാണിയും കോഴിയും ഒക്കെ പള്ള നിറച്ച് തന്നിട്ട് എന്ന് ഇവിടുന്ന് വിടുള്ളൂ. ആ, പോയിരിക്കി. ആ, അവിടെ അല്ല, കോലായില്. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കറിക്കൊക്കെ ഒരു ഗൾഫ് ടേസ്റ്റ് വന്നോട്ടോ. അതായത് മൂപ്പരവിടുന്ന് ഈ ഒട്ടകത്തിന്റെ, ഈ ഒട്ടകപ്പശിന്റെ ഒക്കെ ഇറച്ചി നിന്ന് വരികയല്ലേ. അല്ല, അതേതായാലും കേക്ക് ഇവിടെ ഉണ്ടാക്കി കൊടുക്കാനൊന്നും കഴിയില്ല. എന്നിരുന്നാലും ഏതാണ്ട് അതിനോടൊന്ന് മുട്ടി നിന്നോട്ടെ. അതൊക്കെ ഞാൻ മുട്ടിച്ചോളുണ്ട്. ഈ പോയി എന്റെ പണി നോക്ക്. പൊയ്ക്കോ, കൊല പോയിരുന്നോ. നിങ്ങളെന്താണ് ഇങ്ങനെ കല്യാണം മുറിയ പെൺകുട്ടികളായി? ആ, നിങ്ങൾ ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുക. ആര്? ഇങ്ങളെ കെട്ടുബന്ധക്കാരൻ ഫക്രുദ്ദീൻ ഹാജി. മൂപ്പർക്ക് ഇങ്ങൾ വന്നിട്ട് ഇങ്ങളെ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കേണ്ടെന്നാണ് പറയണേ. എന്തോ സ്വത്ത് കച്ചവടത്തെ പറ്റിയിട്ടാണ്. കാരണം ഒരുത്തി പെരാർ നിൽക്കാനേ, അല്ലാതെ എന്ത് ചെയ്യുന്നു? എന്തോ പണി കിട്ടിയെന്ന് കേട്ടല്ലോ ജമാലിന്. ഓ, കിട്ടി. കണ്ടക്ടർ ബസ്സില് കമ്പിമ തൂങ്ങിയിട്ടുള്ള പണി വേണ്ട, നമ്മളെ തറവാട്ടിൽ ആരോ പണി എടുത്തിട്ടില്ല എന്ന് വരെ വാപ്പ.
അയാൾ ഇവനെ കളക്ടറാക്കാനായിട്ട് വിചാരിച്ചിരിക്കണേക്കും. അല്ലാതെ എന്ത് പറയാന്? ചെക്കനോ ബാപ്പ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി, പകലെന്ന് പറഞ്ഞാൽ പകല്, ഒരു സംശയമില്ല. അതാണ് ഓന്റെ സ്വഭാവം. എന്തെങ്കിലും ഒരു കര പറ്റിക്കോളായിരിക്കും. ഇന്ത്യങ്ങളൊന്നും മാറിയല്ലോ, വിദ്യാഭ്യാസന്റെ. പുരേ തന്നെ കെട്ടിവെക്കാനാണെങ്കിൽ ഏത് അഭ്യാസം കൊണ്ടും കാര്യമില്ലടോ. ഇവിടെ വാ. കുട്ടിയോസേ, നാട്ടിലൊക്കെ വെള്ളം പറ്റിയോ? കുളിന്നനെ ഒന്നുമില്ല? 10 മനുഷ്യന്മാരുടെ ഇടയിൽ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി തരില്ലേ? അതു ആരാണ് ഈ ഇരിക്കുന്നത്? എവിടുന്നാ മൂപ്പര് വന്നത്? ഇനി മൂപ്പരെ കാണാൻ ഇവിടെ വലിയ 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 ആളുകൾ വന്നും പോയി നിൽക്കും. ആ സമയത്ത് ഈ ഇങ്ങനെ കുളി നനില്ലാതെ നടന്ന ചേപ്പറല്ലേ? ഓടാ അവക്കെ എന്റെ മുന്നിൽ നിന്ന്. അവിടെ പോയി സ്വത്ത് വാങ്ങണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഫക്രുദ്ദീൻ ഹാജി എഴുതിയപ്പോ ആലോചിക്കാന്നൊരു വാക്ക് ഞാനും എഴുതി. റബ്ബ് സഹായിച്ചിട്ട് സ്വത്തും മുതലും ഒക്കെ ഇപ്പൊ തന്നെ എമ്പാടുണ്ട്. ഇല്ലാത്തത് മനസമാധാന. അതിപ്പോ ഞാൻ എവിടുന്നാ വാങ്ങിക്കൊണ്ടുവരാ? ഞാനാ ഈ നരകത്തീയിൽ കിടന്ന് വേഗണത്. വയസ്സ് 10-24 കഴിഞ്ഞില്ലേ? ആര്യെ? എനിക്കോ? നിങ്ങൾക്കൊക്കെ തമാശ. ഷക്കീലാക്ക് ഉഴിഞ്ഞിട്ട് നേച്ചക്കൊയ്യ പോലെയാ ഓളുടെ കാര്യം. ഞാൻ ഇപ്പൊ എന്ത് വേണോന്നാ പറഞ്ഞോണ്ട് വരണത്? കെട്ടിയാൻ ഒരുത്തൻ പൊട്ടനായിട്ട് ഇവിടെ ഉണ്ട്. എന്തിനാ? ഒരു എണ തുണയായിട്ട് ഒരു 2 ആളും ജീവിക്കുന്നില്ല. 4 ആള് കൂടുന്ന സദസ്സില് എന്റെ മോള് കൂടിയിട്ട് കാലം എത്രയായി. അന്നങ്ങനെ ചെയ്തു പോയി. കാലിത്തറച്ചൊരു മുള്ളല്ലോ പറിച്ചു ഒഴിവാക്കാൻ. നന്നായി വരുമെന്ന് വിചാരിച്ച് എന്റെ കുട്ടീന്റെ ജന്മം പിടക്കായി. അല്ലാ. ഇനിയിപ്പോ ഫക്രുദ്ദീൻ ഹാജിന്റെ തന്നെ ആക്കണ്ട, വേറെ 1-2 സ്ഥലങ്ങളൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം തന്നെങ്കിൽ അതൊക്കെ ഒന്ന് റൈസർ ചെയ്യണം. ആർക്ക് വേണ്ടിയാ ഇതൊക്കെ സമ്പാദിച്ചു കൂട്ടണത്? അവനാന്റെ മക്കൾക്ക്. അവർക്ക് സുഖവും സന്തോഷം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ മൂസേ? ഓ, ഷക്കീലിന്റെ കാര്യാവും. നിങ്ങളെ കെട്ടിയോളൂ എപ്പോഴും എന്നോട് പറയുന്നതാ. പക്ഷെ ഞാൻ നോക്കിട്ട് എന്നെ ഒറ്റ വയ്യേ കാണുള്ളൂ. ഇങ്ങക്ക് ഇത് വയ്ക്കുമെന്നാ അതിനോട് വയ്യല്ലേ ഒയ്യാൻ പറയുന്നേ. രണ്ടാക്കും യാതൊരു ഉപകാരമില്ലാത്ത ജീവിതം. സ്വത്തും പോലുള്ള ബാപ്പുണ്ടായിട്ട് കാര്യമുണ്ടോ? പ്രായം കഴിഞ്ഞ പെൺകുട്ടിയേക്ക്. ജനമേ, ചായ. ഇന്നലെ മുല്ലപ്പൂ കൊണ്ടുവരാന്ന് പറഞ്ഞു പോയ ആളാ. ഇന്ന് കൊണ്ടുതരണം. പൂച്ച പൂച്ച നല്ല മോളല്ലേ? സംസാരിക്കില്ലേ? സത്യമായിട്ട് ഞാൻ പൂച്ചയെ കൊണ്ടുവിടും. ബുദ്ധിയില്ലാതെ ജന്തു. എത്ര പറഞ്ഞാലും കേട്ടില്ല. പഠിപ്പിക്കാൻ ഒരു ടീച്ചർ. നമുക്കൊന്നും പഠിക്കാനില്ലേ? നോക്കിത്താ, 1 മാസമായി കുടുംബങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും സംസാരിക്കണില്ല. കൊഞ്ചണ്ട. ഈ എന്റെ ഒരു കുടുംബങ്ങളും കോളേജ് ഇല്ലാത്ത ദിവസം നല്ലോണം ഇരുന്ന് പഠിച്ചാലെന്താ? കേറിപ്പോവോ? ഇതിനെ ഞാൻ തുറന്നു വിടും. അപ്പൊ നീ രക്ഷപ്പെടും, അതും രക്ഷപ്പെടും. ഈ ഇത്തേക്ക് എന്തിന്റെ കേടാ? 24 മണിക്കൂർ ഇരുന്ന് പഠിച്ചെന്നും പറഞ്ഞ് റാങ്ക് ഒന്നും കിട്ടൂല. കിട്ടിയാ തന്നെ എനിക്കിപ്പോ വേണ്ട. ഞാനെന്താ ഡോക്ടറാവാൻ പോവാ? ഡോക്ടറും കളക്ടറും ഒന്നും ആയില്ലെങ്കിലും 10 മനുഷ്യന്മാരുടെ ഇടയിൽ കൂടണമെങ്കിൽ വിവരം വേണ്ടിവരും. വലിയ കോൺട്രാക്ടറെ കെട്ടാൻ പോണേ. കോൺട്രാക്ടറുടെ കാര്യമൊന്നും പറയണ്ട. കോളേജിൽ ഇപ്പൊ തന്നെ കളിയാക്കാൻ തുടങ്ങിയിരിക്കുക കുട്ടികളൊക്കെ. അക്കാര്യം പറഞ്ഞപ്പോ ഓളുടെ ഒരു വലുതാവില്ലേ?
പരീക്ഷ വരുന്നത്. ഈ പുരയിൽ ഇത്രയും പണിയൊക്കെ ഉണ്ടായിട്ടും അന്നെ കൊണ്ട് തൊടിക്കാത്തെന്താ? പഠിച്ച് ജയിച്ച് അന്തസ്സായിട്ട് അയാളുടെ കൂടെ പോയി പുറത്തോട്ടെന്ന് വിചാരിച്ചിട്ടാ. ചെല്ലു, അന്റെ ഇക്കാക്കാന്റെ അടുത്തുനിന്ന് തന്നെ ആവശ്യത്തിന് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനാ ചീത്തയാക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോടി. ഞാൻ അപ്പളേ പറഞ്ഞില്ലേ കാല് മുറുക്കി കെട്ടണമെന്ന്. അതെങ്ങനെ കുരുത്തക്കടലേ കാണിക്കുള്ളൂ. നിങ്ങള് സക്കിലാന്റെ കാര്യം മൂപ്പരോട് പറഞ്ഞ? ഓൻ സമ്മതിക്കുന്ന മൂപ്പർക്ക് 12-ാം വയസ്സില് കടപ്പുറത്തൊന്ന് കയ്യും പിടിച്ചുകൊണ്ടൊന്ന് ഇത്രയും കാലം തിന്നാൻ കൊടുത്തു പോറ്റിയില്ലേ? ആ നന്ദി ഓനുണ്ടെങ്കില് ആചാര് പറഞ്ഞ ഓൻ കേക്കൂലേ? നിങ്ങളൊരു പേടി തരിക്കോർത്ത് ബേജാറാവണ്ടെന്ന്, ഒക്കെ ശരിയായിക്കോളൂ. ആ നേരെ തന്നെ പറ്റിയൊരു കേസുണ്ടേന്. എന്നിട്ടെന്തേ? മുയലറിയപ്പോ നായി പോയില്ലേ? അതൊക്കെ വേറെ ആൺകുട്ടികൾ കബൂലാക്കി. ഓരിങ്ങക്ക് എന്ത് തരും? അതൊരു ചെതല്ലാത്ത ചോദ്യമായിപ്പോയി. മനുഷ്യൻ കേട്ടാ കുട്ടിമൂത്ത കമ്മീഷന്റെ ആളാണെന്നല്ലേ ഇപ്പൊ അതിന്റെ ധ്വനി. നായ്ക്കെട്ട് പണിയില്ല, നിൽക്കാനിട്ട് നേരമില്ലെന്നാണ് എനിക്ക് നിന്റെ ഹാല്. അറിയാലോ, നാട്ടുകാർക്കും വേണ്ടി മണ്ടിപ്പാഞ്ഞെടുക്കുന്ന മനുഷ്യനാണ് ഞാന്. അപ്പൊ സന്തോഷം കൊണ്ട് പോലെ എന്തെങ്കിലും തരും, വാങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിലും സതുദ്ദേശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ പ്രതിഫലമായ ഒരു പുഞ്ചിരിയെങ്കിലും കൊടുക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. വേണ്ടാന്ന് ഞാൻ പറയില്ല. ആട്ടെ, അപ്പറഞ്ഞ കല്യാണം നടന്ന മെമ്പർക്ക് സന്തോഷമായി എന്ത് കിട്ടുന്ന ഞാൻ ചോദിച്ചേ? ഒരു 10 ഉറുപ്പ്യ വരും. 10,000? പിന്നെ പറഞ്ഞു വെച്ചിട്ടല്ലേ ഉള്ളൂ. ഒരുവിധം പറ്റുമെങ്കിലേ ഇളക്കി പറിച്ച് ഇങ്ങോട്ട് വരീന്ന്. 20,000 ഞാൻ തരാം നിങ്ങക്ക്. അതിപ്പോ നിങ്ങളൊരു സന്തോഷം കൊണ്ട് തരികയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നിങ്ങൾ വല്ലാണ്ട് നിർബന്ധിച്ചാൽ വേണ്ട, ശരിയല്ല. അത് മര്യാദ കേടാ. അത് മാത്രം കുട്ടിമൂസ ചെയ്യില്ല. അത് പോട്ടാണ്, ഞമ്മക്ക് വേറെ നോക്കാം. ഇന്ന് നസീമ പൊറുക്കണേനേക്കാളും വലിയ തറവാട്ട് കൊണ്ട് ഒരു സ്റ്റെക്കിയിലാണ് ഞാൻ കയറ്റും. ഇത് കുട്ടിമൂസാണ് പറയണേ. എന്തേ ഒരു അപ്പുറം എനിക്കിപ്പോ എന്താ വേണ്ടേ? അബ്ദോ, നിനക്ക് പോവാല്ലേ? കല്യാണി വേഗം അങ്ങോട്ട് അഞ്ഞൂട്. ആ ആകെ അലമ്പാക്കി. എവിടെ നോക്കിയിട്ടാണ് സുവറെ കണ്ണുമുക്കില്ലാതെ ഓടുന്നത്? ലക്ഷണക്കേട്. എന്തിനങ്ങനെ തിരക്കും കൊതൂലും കാട്ടുന്നത്? മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാൻ. അവിടെ വെക്ക്, ഞാൻ വാരിട്ടോളാം. പോയി വേറെ ചായ കൊണ്ടു കൊടുക്കും. കണ്ടൊരു കനവ് മോലെ
നിങ്ങളിത് വലിയൊരു ആനക്കാരായിട്ട് എടുക്കല്ലേന്ന്. എന്താപ്പത് 3-ാം ലോക മഹായുദ്ധത്തെ തുടങ്ങുക? ദീനിന്റെ വിധി അനുസരിച്ച് നാട്ടു നടപ്പുള്ള കാര്യല്ലേ? തമ്മിൽ ഒത്തുപോവില്ല എന്ന് വന്നാൽ അവരെ നന്നാക്കാൻ നോക്കുക. എന്നിട്ടും നന്നാവുന്നില്ലെങ്കിൽ തലാക്ക് ചൊല്ലി പിരിയുന്നതിൽ തെറ്റില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം ഇവിടെ എല്ലാവരും ഉണ്ട്, വേണ്ടപ്പെട്ട ആളുകളും നാട്ടുകാരന്മാരൊക്കെ ഉണ്ട്. സംഗതി നമുക്ക് സലാമത്താക്കാം. ഓനെ വിളിക്ക്. ആ അബ്ദു നിങ്ങൾ പോയി ഇങ്ങോട്ട് പാടോ, ഇന്നത്തെ ഓടിക്കണം. പോയി മന്ത്രേ, ഇങ്ങോട്ട് വാ. ഞാൻ പിന്നെ വരാം. അനക്കാക്ക പോയി അതൊക്കെ വാ. അല്ലോ ക്ലാസ് പൊട്ടി ചോദിക്കാനാണ് പഠിച്ചോനെ. പൊട്ടേണ്ടത് പൊട്ടിപ്പോണം മോനെ. ചെല്ല്, ഈ ചെല്ല്. ഷക്കില, ഷക്കില, എന്റെ ഷക്കിലാനെ ഞാൻ മൊഴി ചൊല്ലൂല. അബ്ദുവിന് പറച്ചോനൊക്കെ ഇഷ്ടം എന്റെ ഷക്കിലാനെ. ഇക്കാക്കനോട് ഈ പറയില്ലേ ഷക്കില, ഈ പറയില്ലേ?